ഭക്തനും സാധകനും. ഭക്തന് ഏത് രൂപത്തിലും ഏത് നാമത്തിലും എന്തിലും തൻ്റെ ഭക്തിയെ പ്രകടമാക്കാം. തൻ്റെ ഭക്തിയെ ഇതിലൊക്കെ പ്രകടിപ്പിക്കാം, ഇതിലൊക്കെ അർമാദിക്കാം. ഭക്തന് അതിലൂടെ ഭക്തൻ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. യാതൊരു നിയന്ത്രണങ്ങളുമില്ല. കാരണം ഭക്തൻ്റെ മുന്നിൽ ഭക്തനും ഈശ്വരനും രണ്ട് തലങ്ങളിൽ നിൽക്കുകയാണ്. രണ്ട് തലങ്ങളിലാണ് ആർക്ക്? ഭക്തന്. എന്നാൽ ഒരു സാധകനെ സംബന്ധിച്ചോ, സാധകന് തന്നെ സാധകനും ഈശ്വരനും രണ്ട് തലങ്ങളിലല്ല എന്നുള്ളത് തത്വമസി എന്ന് പറയുന്ന ആ പൊരുളിലേക്ക് സാധകൻ ആ അവസ്ഥയെ തിരിച്ചറിയുന്നു. സാധകൻ്റെ ആ അവസ്ഥയെ സാധകൻ തിരിച്ചറിയുന്നു. അതിനാൽ സാധകന് നിയന്ത്രണങ്ങളുണ്ട്, ആചരണങ്ങളുണ്ട്, ഇതെല്ലാം സാധകനുണ്ട്. സാധനയിൽ മുഴുകുന്നവൻ സാധകൻ. സാധനയിൽ മുഴുകുക, സാധനയിൽ ലയിക്കുക. ഈശ്വരനിൽ ലയിച്ചവൻ സാധകൻ. ഈശ്വരനിൽ